ഹരേ കൃഷ്ണ. രാധേ രാധേ. പൂന്താനം തിരുമേനി ഉണ്ണിയായി സങ്കൽപ്പിച്ച് ഓമനിച്ചോമനിച്ചാണ് സാക്ഷാൽ ശ്രീ ഗുരുവായൂരപ്പൻ, അതായത് ചതുർബാഹുവായ മഹാവിഷ്ണുവായിട്ടാണ് ഗുരുവായൂരിലെ വിഗ്രഹം. എന്നാൽ വാത്സല്യം കൊതിക്കുന്ന പൊന്നുണ്ണി അങ്ങനെ പൂന്താനത്തിൻ്റെ കണ്ണനാമുണ്ണിയായി മാറി. പിന്നെ നമ്മുടെ എല്ലാം ഉണ്ണിക്കണ്ണനായി. എത്രയെത്ര അനുഭവങ്ങൾ, എത്രയെത്ര സാക്ഷ്യങ്ങൾ. ഉണ്ണിക്കണ്ണനെ കാണാനായി ഓടിയെത്തുന്ന മനസ്സുകളിലേക്ക് നറുപുഞ്ചിരിയായി അലിഞ്ഞു ചേരുന്ന പൊന്നുണ്ണിക്കണ്ണൻ. ഉണ്ണിക്കണ്ണ എന്നുള്ള വിളി തന്നെ എത്ര മധുരതരമാണ്. ഉണ്ണിക്ക് ഏറ്റവും വിശേഷപ്പെട്ട വഴിപാടാണ് പാൽപ്പായസം. ഗുരുവായൂരിലെ പാൽപ്പായസം മതിയാകാതെ കൊതിയനാം പൊന്നുണ്ണി ദിവസവും അമ്പലപ്പുഴയിലേക്ക് പോകുന്നു പായസം കുടിക്കാനായി. ഉണ്ണിക്കണ്ണന് അമ്പലപ്പുഴ മറക്കാനാവില്ല. ഉണ്ണിക്കണ്ണന് അഭയമരുളിയ അമ്പലപ്പുഴ. ടിപ്പു സുൽത്താൻ്റെ പടയോട്ടക്കാലത്ത് ഗുരുവായൂരിനെ ആക്രമിക്കാനൊരുങ്ങിയ ടിപ്പുവിൽ നിന്ന് രക്ഷ നേടാനായി ഉണ്ണിക്കണ്ണന് അമ്പലപ്പുഴയിൽ സംരക്ഷണമേകി. അങ്ങനെ ഉണ്ണിക്കണ്ണൻ കുറച്ചു നാൾ അമ്പലപ്പുഴയിലായിരുന്നു. പാർത്ഥസാരഥിയായി ദർശനമരുളുന്ന അമ്പലപ്പുഴയിലെ കൃഷ്ണനെ ഉണ്ണിക്കണ്ണാന്ന് തന്നെയാണ് നമ്മൾ പലരും വിളിക്കുന്നത്. ഭഗവാൻ എന്നും ഉണ്ണിയായിരിക്കാനാണ് ഇഷ്ടം. ബാലലീലകളാടി മതിയായിട്ടില്ല പൊന്നുണ്ണിക്ക്. മധുരതരമീ ബാലകേളികൾ. കണ്ണ, പഞ്ചാര പാൽപ്പായസം ഉണ്ണികൾക്കായി എന്നുമേകുന്ന ബാലഗോപാലനെ മാറോട് ചേർത്ത് ഓമനിക്കൂ. പൂന്താനം തിരുമേനിക്കുണ്ണിയായ ഉണ്ണിക്കണ്ണനെ നമുക്കും ഓമനിക്കാം ഹൃദയശുദ്ധിയോടെ. ഗുരുവായൂർ അമ്പലത്തിൻ്റെ വടക്കേ നടയിലെ നാരായണാലയത്തിൽ ഒരു ഉണ്ണിക്കണ്ണനെ ദർശിക്കാം. സാക്ഷാൽ പൂന്താനം തിരുമേനി പൂജിച്ച ആ സുന്ദര വിഗ്രഹം ഇന്നും ദർശന സായുജ്യമേകുന്ന ആ ഉണ്ണിക്കണ്ണൻ ഒരു പ്രത്യേക ചൈതന്യമാണ്. പൂന്താനം തിരുമേനി വാത്സല്യത്തോടെ ഓമനിച്ച ആ ഉണ്ണി വിഗ്രഹത്തെ ഒന്ന് കണ്ടോളൂ. ഓരോ ഭക്തനും സായുജ്യമരുളുന്ന പൊന്നുണ്ണിക്കണ്ണ. ഹരേ കൃഷ്ണ. രാധേ രാധേ.